ഹേയ് ലവ്ലീസ് എന്ന് കുറച്ച് വീട്ടിലെ വിശേഷം കണ്ടാലോ. രാവിലെ ദോശ കഴിച്ചാണേ തുടങ്ങിയത്. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും, കാരണം ഇതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് ഓർത്ത് ഞാൻ ഈ പഴയതും പുതിയതായിട്ടുള്ള മയിൽപ്പീലീനെയൊക്കെ വേറെ തിരിച്ച് വെക്കാമെന്ന് ഓർത്ത് ബാക്കിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ ഇത് നോക്കി നല്ല രസമില്ല. ഇത് മയിലിൻ്റെ സൈഡിലുള്ള പീലിയാണേ. പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് അടുക്കി പറക്കി വെച്ചു. ഇത്രയും ബാക്കി വന്നത് ഞാൻ എന്തിനു ചെയ്യുമോ എന്തോ. ഇതാണ് ഞാൻ മാറ്റിൻ്റെ റീസണേ, കാരണം അതിൻ്റെ മുകളിലുള്ള സംഭവമൊന്നുമില്ല. സംഭവം മയിൽ നടന്നു വരുമ്പോൾ ഒരഞ്ഞൊരഞ്ഞ് പോയതാണേ അതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ചോറ് കഴിച്ചു. എത്ര കാലമായി ഇങ്ങനെയൊക്കെ ഒന്ന് ചോറ് കഴിച്ചിട്ട്. അപ്പോഴേക്കും അമ്മാമ്മ പറഞ്ഞ് വെള്ളത്തിലിടാൻ വേണ്ടി തുളസി പിച്ചാൻ. അങ്ങനെ ഞാൻ അത് പിച്ചപ്പോഴാണ് ആലോചിച്ചത്, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഗാർഡൻ കാണിച്ചു. എൻ്റെ ഗാർഡൻ അല്ല കേട്ടോ, സോറി, എൻ്റെ ചേച്ചിയുടെ ഗാർഡൻ. ഇപ്പോൾ ഇവിടെ നിറയെ ജമന്തി ഒരു കാട് പോലെ ഉണ്ട്. പിന്നെ ഇതേ കണ്ടില്ലേ ഈ പൂവ്, ഇതിൻ്റെ വിത്തിനെ ഇങ്ങനെ പൊട്ടിക്കാൻ നല്ല രസമുണ്ട്. തൊടുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടി വരും. അങ്ങനെ ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യായിരുന്നു. അവൾ കണ്ടാൽ എന്നെ ഓട്ടിക്കും. അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടില്ലേ, ഇതൊക്കെ ഓണത്തിന് വേണ്ടിയിട്ടാണ് നട്ടിരിക്കുന്നത്. ആ സമയത്ത് ഇത് പൂക്കുള്ളൂ. പക്ഷേ ഇതിൽ ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ മൊട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനതൊക്കെ പിച്ചി പറിച്ച് നോക്കി. ഇതൊക്കെ എൻ്റെ വിനോദങ്ങളാണ്. നല്ല മണം ഉണ്ടായിരുന്നു ഇതിന്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെടിയൊക്കെ നോക്കി. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇലയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞു. ഞാൻ ഫുള്ളൊരു പോസിറ്റീവ് മൈൻഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ലതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി നിന്നു. പിന്നെന്താ, പുറത്ത് കുറച്ച് നേരം ഇറങ്ങി നിന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.